ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ശക്തമായ സൈനിക നയതന്ത്ര സഖ്യം വെറും ഒരു ഈഗോയുടെ പേരിൽ വന്യമായ ചില വാക്കുകളുടെ പേരിൽ തവിട്ടുപൊടിയാകാൻ പോവുകയാണ്. അണുബോംബുകളെക്കാൾ വേഗത്തിൽ ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ രഹസ്യയുദ്ധം വാഷിംഗ്ടണിന്റെ അടച്ചിട്ട മുറിക്കുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് കേവലം രാഷ്ട്രീയമല്ല, ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളുടെ അന്തകനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ എതിരാളികളെയും സഖ്യകക്ഷികളെയും ഒരുപോലെ പരസ്യമായി വിമർശിക്കാൻ മടിക്കാത്ത ഒരു നേതാവാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ രണ്ടാം പ്രസിഡന്റ് കാലയളവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വ്യാപാര തർക്കങ്ങൾ, സൈനിക നീക്കങ്ങളെ ചൊല്ലിയുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇറാനെയും നാറ്റോയും ചുറ്റിപ്പറ്റിയുള്ള വൻ സംഘർഷങ്ങൾ, പോപ്പിനെതിരെയുള്ള വിമർശനം, വിദേശ നേതാക്കളുടെ പങ്കാളികളെക്കുറിച്ചുള്ള മോശം വ്യക്തിപരമായ പരാമർശങ്ങൾ, ഇവയെല്ലാം ചേർന്ന് അമേരിക്കയും അതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും തമ്മിലുള്ള ബന്ധത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഒരു നയതന്ത്ര ദുരന്തത്തിനാണ്. ഫ്രാൻസിലെ ഏവിയൻ ബെയിൻസിൽ അടുത്തിടെ നടന്ന ഈ G7 ഉച്ചകോടിയെ തുടർന്നാണ് ഏറ്റവും പുതിയ നയതന്ത്ര തർക്കം ഉടലെടുത്തത്. അവിടെ നടന്ന കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇറ്റലിയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. ഉച്ചകോടിക്കിടെ ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഒരു സോഫയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഉച്ചകോടിക്ക് ശേഷം ആ കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നു എന്നാണ് മെലോണി വിശേഷിപ്പിച്ചത്. എന്നാൽ ഇറ്റാലിയൻ ബ്രോഡ്കാസ്റ്റ് ലാ 7 ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു പ്രത്യേക അഭിമുഖം പുറത്തു വന്നതോടെ കാര്യങ്ങൾ തലകീഴായി മറഞ്ഞു. ഉച്ചകോടിക്കിടെ തന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ മെലോണിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അവൾ ഒരു ചിത്രത്തിന് വേണ്ടി എൻ്റെ മുന്നിൽ യാചിച്ചുവെന്നും അവളോട് കടുത്ത സഹതാപം തോന്നിയതുകൊണ്ട് മാത്രമാണ് താൻ സമ്മതിച്ചതെന്നും ട്രംപ് പരസ്യമായി പറഞ്ഞു. മെലോണി തന്നോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ മാത്രം സന്തോഷിക്കേണ്ടവളായിരുന്നുവെന്നും താൻ അവളോട് സംസാരിച്ചതിൽ അവൾ സന്തോഷിച്ചിരിക്കാം, സത്യത്തിൽ എനിക്ക് അവളോട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നും ട്രംപ് തുറന്നടിച്ചു. ഈ അഹങ്കാരത്തിന് റോമിൽ നിന്നും അതിശക്തമായ മറുപടിയാണ് ലഭിച്ചത്. ട്രംപിന്റെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ജോർജിയ മെലോണി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പുറത്തുവിട്ടു. ട്രംപിന്റെ ഈ അക്കൗണ്ട് പൂർണ്ണമായും കെട്ടിച്ചമച്ചതും അസംബന്ധമാണെന്ന് അവർ വിശേഷിപ്പിച്ചു. മെലോണി വളരെ ദൃഢമായി പറഞ്ഞു, അദ്ദേഹം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനോ ഇറ്റലിയോ ഒരിക്കലും ആരുടെയും മുന്നിൽ യാചിക്കില്ല. സഖ്യരാജ്യങ്ങളോടുള്ള ട്രംപിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് മെലോണി കൂട്ടിച്ചേർത്തു. പാശ്ചാത്യരുടെ ശത്രുക്കളോടും അമേരിക്കയുടെ ശത്രുക്കളോടും അദ്ദേഹം കാണിക്കുന്ന അതേ ദൃഢനിശ്ചയവും ധീരതയും സഖ്യകക്ഷികളോട് കാണിക്കാത്തത് കടുത്ത നാണക്കേടാണ്. ഈ ഒരൊറ്റ സംഭവം പെട്ടെന്ന് തന്നെ വലിയൊരു അന്താരാഷ്ട്ര നയതന്ത്ര പ്രശ്നമായിട്ട് മാറി. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി ട്രംപിന്റെ പരാമർശങ്ങളെ അങ്ങേയറ്റം ഗുരുതരവും കുറ്റകരവും എന്ന് വിളിച്ച് അപലപിക്കുകയും ഇതിൽ പ്രതിഷേധിച്ച് അമേരിക്കയ്ക്ക് നടത്താനിരുന്ന തന്റെ ഔദ്യോഗിക സന്ദർശനം അടിയന്തരമായി റദ്ദാക്കുകയും ചെയ്തു. ട്രംപിനോട് രാഷ്ട്രീയമായി ഏറ്റവും അടുത്ത യൂറോപ്യൻ നേതാവായി കാണപ്പെട്ടിരുന്ന മെലോണിയോ ആയിട്ടാണ് ട്രംപ് ഈ രീതിയിൽ കോർക്കുന്നത് എന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുക ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇരുവരും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇതിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ പോപ്പ് ലിയോ 14 ട്രംപിന്റെ കടുത്ത ആക്രമണങ്ങളെ മെലോണി പരസ്യമായി വിമർശിച്ചതാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ അത്തരം പരാമർശങ്ങൾ അസ്വീകാര്യമാണെന്നാണ് മെലോണി അത് തുറന്നടിച്ചത്. തന്റെ നിലപാടിൽ മെലോണി നിരാശ പ്രകടിപ്പിച്ചതോടെ ട്രംപ് കടുത്ത കോപത്തിലായി. ഇതിന്റെ പ്രതികാരം എന്നോണം ഇറ്റലിയിൽ നിലവിലുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യം മുഴുവൻ പുനഃപരിശോധിക്കുമെന്നും സൈന്യത്തെ പിൻവലിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ട്രംപിന്റെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും രാഷ്ട്രീയ ആക്രമണങ്ങൾക്കും പലതവണ ഇരയായിട്ടുണ്ട്. അതിലേറ്റവും വിവാദമായിട്ടുള്ള ഒന്നാണ് മാക്രോണിന്റെ ഭാര്യ ബ്രിജിറ്റ് മാക്രോണിനെ കുറിച്ചുള്ളതായിരുന്നു. ഒരു പൊതുപരിപാടിക്കിടെ ബ്രിജിറ്റ് മാക്രോൺ തന്റെ ഭർത്താവിനെ തള്ളി മാറ്റുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങൾ ഓൺലൈനിൽ വ്യാപകമായിട്ട് പ്രചരിച്ചതാണ്. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വ്യക്തിജീവിതത്തെ പരസ്യമായി അപമാനിക്കാനുള്ള അവസരമായിട്ടാണ് ട്രംപ് ഇതിനെ കണ്ടത്. ബ്രിജിറ്റ് മാക്രോൺ തന്റെ ഭർത്താവിനോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയെന്ന് പ്രസ്താവിച്ച ട്രംപ് ഭാര്യയിൽ നിന്നും വലത് തടിയിലേറ്റ് അടിയിൽ നിന്നും മാക്രോൺ ഇപ്പോഴും സുഖം പ്രാപിച്ചിട്ടില്ല എന്ന് പരിഹസിച്ചു. ഈ പരാമർശങ്ങൾ പാരീസിനെ കടുത്ത കോപത്തിലാഴ്ത്തി. ട്രംപിന്റെ അഭിപ്രായങ്ങൾ ഒട്ടും മാന്യമായിട്ട് ആയിരുന്നില്ല. അത് മാക്രോൺ ശക്തമായി പ്രതികരിച്ചു. ഈ വർഷം ആദ്യം തന്നെ ട്രംപ് മുൻകൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ച ഒരു അന്താരാഷ്ട്ര സമാധാന സംരംഭത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം മാക്രോൺ നിരസിച്ചിരുന്നു. ഫ്രഞ്ച് നേതാവിന്റെ രാഷ്ട്രീയ നിലപാടുകൾ തള്ളിക്കൊണ്ടാണ് US പ്രസിഡന്റ് ഇതിനോട് പ്രതികരിച്ചത്. ആർക്കും അദ്ദേഹത്തെ ഇപ്പോൾ ആവശ്യമില്ല, കാരണം അദ്ദേഹം ഉടൻ തന്നെ തന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞുപോകും. ഇതായിരുന്നു മാക്രോണിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ട്രംപ് പ്രവചിച്ചത്. 2025 ജൂണിൽ കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് പെട്ടെന്ന് പുറത്തുപോയപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് നടത്തിയ ചില അഭിപ്രായങ്ങൾ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എപ്പോഴും പ്രശസ്തി മാത്രം ആഗ്രഹിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഞാൻ കാനഡയിൽ നടന്ന G7 ഉച്ചകോടി ഉപേക്ഷിച്ച് പെട്ടെന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങിയത് ഇസ്രയേലിലും ഇറാനും ഇടയിലുള്ള വെടിനിർത്തലിന് വേണ്ടിയാണെന്ന്
തെറ്റായി അവകാശപ്പെട്ടു. അത് തെറ്റാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ വാഷിങ്ടണിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മനഃപൂർവ്വമോ അല്ലാതെയോ ഇമ്മാനുവൽ എപ്പോഴും തെറ്റ് തന്നെയാണ്. മറ്റൊരു ഘട്ടത്തിൽ മാക്രോണിന്റെ പ്രകടനത്തെ 0 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ അളന്ന ട്രംപ് അദ്ദേഹം ഒരു 8 മാർക്ക് അർഹിക്കുന്നുവെന്നും ഫ്രാൻസിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണതയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും പരിഹസിച്ചു. ഇതിനൊക്കെ മറുപടിയായി ഇറാൻ സംഘർഷത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ യുദ്ധം എന്നത് ഒരു പ്രകടനമല്ല എന്ന് മാക്രോൺ ഓർമ്മിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തന്റെ പൊതു സന്ദർശനങ്ങളിൽ കൂടുതൽ സ്ഥിരത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാക്രോൺ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യത്തെ ഗൗരവമായി സമീപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തലേ ദിവസം പറഞ്ഞതിന് നേർ വിപരീതമായ കാര്യങ്ങൾ അടുത്ത ദിവസം പറയരുത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും സമാനമായി ട്രംപിനെ കടുത്ത ആക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രബിന്ദുവായി മാറ്റിയിരിക്കുകയാണ്. ഇറാൻ ഉൾപ്പെട്ട സൈനിക നടപടികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള ആദ്യകാല പ്രധാന തർക്കങ്ങൾ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രാരംഭ സൈനിക ആക്രമണങ്ങൾക്കായി ബ്രിട്ടന്റെ സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സ്റ്റാമർ അനുമതി നൽകാൻ വിസമ്മതിച്ചു. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് സ്റ്റാമർ ഒരിക്കലും ഒരു വിൻസ്റ്റൺ ചർച്ചിലല്ല എന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു. ആഴ്ചകൾക്ക് ശേഷം ട്രംപ് തന്റെ വിമർശനം കൂടുതൽ കടുപ്പിച്ചു. നമുക്ക് മറ്റൊരു നെവിൽ ചേംബർലയെ ആവശ്യമില്ല. നാസി ജർമ്മനിയോടും ഹിറ്റ്ലറോടും കീഴടങ്ങൽ നയം സ്വീകരിച്ച ചരിത്രത്തിലെ നേതാവുമായിട്ടാണ് ട്രംപ് നിലവിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ താരതമ്യം ചെയ്തത്. ബ്രിട്ടനെതിരായ ട്രംപിന്റെ കടുത്ത നീക്കങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങില്ല. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ അദ്ദേഹം ഫോക്ലൻഡ് ദ്വീപുകളെ ബ്രിട്ടീഷ് പ്രദേശമായി അമേരിക്ക അംഗീകരിച്ചിരുന്ന നയം പുനഃപരിശോധിക്കുമെന്ന സൂചനയും നൽകി. എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ കെയർ സ്റ്റാമറും മൗനം പാലിച്ചില്ല. അഫ്ഗാനിസ്ഥാനിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന നാറ്റോ സൈനികർക്ക് മുന്നിൽ പോരാട്ടങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ടുണ്ടെന്ന തരത്തിലുള്ള ട്രംപിന്റെ പ്രസ്താവനയെ സ്റ്റാമർ ശക്തമായി എതിർത്തു. ട്രംപിന്റെ ആ പരാമർശങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം അപമാനവും തുറന്നു പറഞ്ഞാൽ ഭയാനകവുമാണ് എന്നാണ്. അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ 1000-ലധികം നാറ്റോ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ ഈ തർക്കം കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടെ സ്റ്റാമർ തന്റെ നിരാശ തുറന്നു പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പുടിൻ, ട്രംപ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് ബ്രിട്ടീഷ് ഉപഭോക്താക്കൾക്ക് ഇന്ന് ഊർജ്ജ വിലയിൽ ഇത്രയധികം അസ്ഥിരത അനുഭവിക്കേണ്ടി വരുന്നത്. ഇറാനെക്കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടിനെയെല്ലാം ചർച്ച ചെയ്യവേ എനിക്കിതിൽ നിന്നും മടുത്തു എന്ന് സ്റ്റാമർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തൊക്കെ തന്നെയായാലും ട്രംപ് നിലവിൽ ലോകത്തെ ഒന്നടങ്കം വെറുപ്പിക്കുകയാണ്. അത് സ്വന്തം ആണെങ്കിലും ശത്രുക്കളാണെങ്കിലും. പിന്നെ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ട്രംപ് ഇപ്പോൾ യുദ്ധം കൂടുതൽ കലുഷിതമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ ലോകത്തെ മുഴുവൻ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ട്രംപിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആരോപണങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യും. മറ്റു വിഷയമായി വീണ്ടും കാണുവരുതെന്ന് ന്യൂസ് ഡെസ്ക് IBN മലയാളം.